ദൈവനാമത്തിൽ വന്ദനം. വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് തുടർന്ന് നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ അതിനു മുൻപായി കന്യാമറിയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന എന്ന വിഷയത്തിലേക്ക് കടക്കാം. യേശുവിന്റെ അമ്മയായ മറിയത്തെപ്പറ്റി നിരവധി തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട്. അതുകൊണ്ട് ദൈവവചനം ഇതേപ്പറ്റി എന്തു പറയുന്നു എന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ അമ്മയായ മറിയത്തെ ദൈവമാതാവ് എന്നാണ് ചിലർ വിളിക്കുന്നത്. അതിന് ദൈവവചനത്തിൽ ആധാരമില്ല. കാരണം ദൈവത്തിന് മാതാവുണ്ടാകുക എന്നത് സാധ്യമായ കാര്യമല്ല. ദൈവം അനാദിയാണ്, സൃഷ്ടിക്കപ്പെടാത്തവനാണ്, ദൈവമില്ലാത്ത ഒരു കാലമില്ല. അതുകൊണ്ട് ദൈവത്തിന് മാതാവുണ്ടാകുവാൻ കഴിയുന്നതുമല്ല. എന്നാൽ കർത്താവായ യേശുവിന് മാതാവുണ്ട്. യേശുവിനെ ഈ ഭൂമിയിൽ പ്രസവിച്ചത്, ഗർഭത്തിൽ ധരിച്ചതും പ്രസവിച്ചതും മറിയ എന്ന സ്ത്രീയാണ്. അതുകൊണ്ട് യേശുവിന്റെ അമ്മയായ മറിയ എന്ന് ദൈവവചനത്തിൽ പറയുന്നു. പക്ഷേ മറിയത്തെ ഒരിക്കലും ദൈവമാതാവ് എന്ന് ദൈവവചനത്തിൽ വിളിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക, വീണ്ടും ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയാം. യേശുവിന്റെ അമ്മയായ മറിയ എന്ന് ദൈവവചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മാതാവ്, ദൈവമാതാവ് എന്ന് മറിയയെ വിളിച്ചിട്ടില്ല. സംശയമുള്ളവർ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ചിലർക്കൊരു സംശയമുണ്ടാകും, യേശുവിലെ ദൈവത്വവും മനുഷ്യത്വവും അത് വേർപെടുത്താനാവാതെ നിൽക്കുന്ന കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് യേശുവിന്റെ അമ്മ മാത്രമാകുന്നത്, ദൈവത്തിന്റെ അമ്മയാകുകയില്ലേ എന്ന്? തീർച്ചയായും യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവുമുണ്ട്. പാതി മനുഷ്യനും പാതി ദൈവവുമല്ല. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്നാൽ യേശു ഭൂമിയിൽ വരുന്നതിനു മുമ്പും യേശു ഉണ്ടായിരുന്നു, അതായത് പുത്രൻ ഉണ്ടായിരുന്നു. അന്ന് മറിയം പ്രസവിച്ചയാളല്ലായിരുന്നു പുത്രൻ. അതുകൊണ്ട് പുത്രനായ ദൈവം ആദിയും അന്തവുമില്ലാത്തവനാണ്. പുത്രനെ ആരും പ്രസവിച്ചതല്ല, പുത്രനെ പിതാവായ ദൈവം സൃഷ്ടിച്ചതുമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനാദിയായും ശാശ്വതമായും ദൈവമാണ്. കൾട്ടുകളെക്കുറിച്ചുള്ള പഠനത്തിൽ തൃത്വത്തോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി നാം പഠിച്ചതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. പുത്രനായ ദൈവത്തിന് അമ്മയില്ല. എന്നാൽ പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചത് മറിയത്തിലൂടെയാണ്. യേശുവിനെ 10 മാസം ചുമന്നു പ്രസവിച്ചത് കന്യാമറിയം എന്ന് നാം വിളിക്കുന്ന യേശുവിന്റെ അമ്മയായ മറിയമാണ്. അതുകൊണ്ട് മറിയം യേശുവിന്റെ അമ്മയാണ്, എന്നാൽ ദൈവത്തിന്റെ അമ്മയല്ല. ദൈവവചനത്തിൽ ദൈവത്തിന്റെ അമ്മയെന്ന് പറഞ്ഞിട്ടില്ല, യേശുവിന്റെ മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് താനും. അതുകൊണ്ട് ദൈവവചനത്തിന്റെ അതിരിനുള്ളിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മറിയത്തെ യേശുവിന്റെ അമ്മയായി കണക്കാക്കുകയും ദൈവത്തിന്റെ അമ്മയെന്ന് വിളിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ദൈവവചനം എന്തു പറഞ്ഞാലും എനിക്ക് വിളിച്ചേ മതിയാകൂ എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വിളിച്ചുകൊള്ളുക. ദൈവവചനത്തിന്റെ അതിർ വിട്ടു പോകുന്ന ആർക്കും ദൈവമില്ല എന്ന് ദൈവവചനം പറയുന്നു എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ആ വിഷയം ഇടട്ടെ. മറിയത്തെക്കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ മറിയം നിത്യകന്യകയായിരുന്നു എന്നാണ്. യേശുവിനെ പ്രസവിക്കുന്നതുവരെ മറിയം കന്യകയായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം ദൈവവചനം അങ്ങനെ പറയുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ്. അതുകൊണ്ട് കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ചു എന്നത് ശരിയാണ്. യേശുവിനെ പ്രസവിക്കുന്നതുവരെ മറിയം കന്യകയായിരുന്നു എന്നതിന് സംശയമില്ല. യേശുവിനെ മറിയം ഗർഭം ധരിച്ചത് പുരുഷ സംസർഗത്തിലൂടെയല്ല, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് ദൈവവചനം. അതുകൊണ്ട് ലോഗോസ് ജഡമായി തീരുകയും മറിയത്തിന്റെ വയറ്റിൽ ഉരുവാകുകയും അങ്ങനെ യേശു ജനിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് യേശുവിനെ പ്രസവിക്കുന്നതുവരെ മറിയം കന്യകയായിരുന്നു. എന്നാൽ യേശുവിനെ പ്രസവിച്ചതിന് ശേഷം മറിയം ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തുവോ എന്നതാണ് അടുത്ത വിഷയം. അതേപ്പറ്റി പലരും പറയുന്നത് ലോകരക്ഷിതാവായ ദൈവമായ യേശുവിന് ജന്മം കൊടുക്കുവാൻ ഉപയോഗിച്ചതായ ആ ഗർഭപാത്രം വീണ്ടും ലൈംഗിക ബന്ധത്തിലൂടെ അശുദ്ധമാക്കി എന്ന് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ്. കുറെ പേർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് മാത്രം സത്യം സത്യമല്ലാതാകുന്നില്ല. ഈ പറയുന്നതായ ഒരു സിദ്ധാന്തം ദൈവവചനത്തിലില്ല. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ ചിന്തിക്കണ്ട. പക്ഷേ ദൈവവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആര് ചിന്തിച്ചാലും ഇല്ലെങ്കിലും ദൈവവചനത്തിൽ പറയുന്ന വസ്തുതകൾ നാം പഠിച്ചേ മതിയാകൂ.
മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യവും മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-56 വാക്യങ്ങളും ശ്രദ്ധിച്ചു വായിക്കുക. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളിലും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസ്, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെയില്ലയോ? മർക്കോസ് പറയുന്നു, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മോടുകൂടെയില്ലയോ? അതായത് യേശു സ്വന്തം സഹോദരന്മാരുടെ ദേശത്ത്, സ്വന്തം പിതൃദേശത്ത് ചെന്നു. എല്ലാവർക്കും യേശുവിനെ അറിയാം. യേശു അവിടെ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോൾ ജനം അത്ഭുതപ്പെട്ടു നോക്കി. ഇവൻ ഈ അധികാരം, ഈ അത്ഭുതം ചെയ്യാനുള്ള കഴിവ് ഇതെവിടെ നിന്ന് ലഭിച്ചു? നമുക്കിവനെ അറിയാമല്ലോ. ഇവൻ യോസെഫിന്റെ മകനല്ലേ? ഇവൻ തച്ചന്റെ മകനല്ലേ? ആശാരിയുടെ മകനല്ലേ? ഇവന്റെ മാതാവായ മറിയം ഇവിടെ നമ്മോടുകൂടെ ഉണ്ടല്ലോ. ഇവന്റെ സഹോദരന്മാരായ യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ എന്നിവർ നമ്മുടെ കൂടെ ഇതാ നിപ്പുണ്ടല്ലോ. ഇവന്റെ സഹോദരിമാരും ഇവിടെയുണ്ടല്ലോ. അവർക്കൊന്നുമില്ലാത്ത ഈ കഴിവ് വെറും ഒരു ആശാരിയായി ഇവനെ എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അവന്റെ നാട്ടുകാർ ചോദിക്കുന്നത്. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, യേശുവിന് യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ എന്നിങ്ങനെ 4 സഹോദരന്മാരും സഹോദരിമാര് എത്ര പേരെന്നറിഞ്ഞുകൂടാ, ഒന്നിലധികം ഉണ്ടാകും. അങ്ങനെ ഒന്നിലധികം സഹോദരിമാരും ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ്. യാക്കോബിന്റെ ലേഖനം എഴുതിയ യാക്കോബ് കർത്താവിന്റെ സഹോദരനായിരുന്നു. യൂദായുടെ ലേഖനം എഴുതിയ യൂദ കർത്താവിന്റെ സഹോദരനായിരുന്നു. ഇവരൊന്നും ആദ്യകാലത്ത് കർത്താവിനെ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയായ മറിയയും അവന്റെ സഹോദരന്മാരുമുണ്ട്. അതുകൊണ്ട് പിന്നീട് അവർ യേശുവിനെ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യെരുശലേമിലെ സഭയുടെ മൂപ്പനായിരുന്നത്, അവിടുത്തെ ബിഷപ്പായിരുന്നത് യേശുവിന്റെ സഹോദരനായ യാക്കോബാണ്. യാക്കോബിനെ അപ്പോസ്തലന്മാരിൽ ഒരുവനായി ആ കാലത്തെ കണക്കാക്കിയിരുന്നു. അതുപോലെ യൂദായും അത്രത്തോളം പ്രസിദ്ധനല്ലായിരുന്നു എങ്കിലും യൂദായും ദൈവഭാഗത്തായിരുന്നു. യോസെ, ശീമോൻ എന്നിവരുടെ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും നമുക്കറിഞ്ഞുകൂടാ. സഹോദരിമാരുടെ പേരെന്തൊക്കെയാണെന്നും നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും യേശുവിനെ 4 സഹോദരന്മാരും ഒന്നിലധികം സഹോദരിമാരും ഉണ്ടായിരുന്നു. ഇതേപ്പറ്റി പറയുമ്പോൾ ചിലർ പറയും, അത് യേശുവിന്റെ അമ്മയായ മറിയയുടെ മക്കളല്ല, യോസെഫിന്റെ ആദ്യ വിവാഹത്തിലുള്ള മക്കളാണ്. ഈ വാദം അർത്ഥശൂന്യമാണ്. കാരണം യോസെഫ് ആദ്യം വിവാഹം കഴിച്ചിരുന്നു എന്നും ആ ഭാര്യ മരിച്ചുപോയതിനു ശേഷമാണ് മറിയത്തെ വിവാഹം കഴിച്ചതെന്നും ദൈവവചനത്തിലില്ല. പക്ഷെ അങ്ങനെ വരുത്തി തീർക്കണമെന്ന് പട്ടത്ത് സഭകൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവർ തിരുക്കുടുംബം എന്ന പേരിൽ പടമൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യോസെഫ് എന്ന് പറയുന്നത് ഒരു 60-65 വയസ്സുള്ള ഒരു വയസ്സനായിട്ടും മറിയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 വയസ്സ് തോന്നുന്ന ഒരു യുവതിയായിട്ടും യേശുവിനെ ഒരു പൈതലായിട്ടും വരയ്ക്കും. അപ്പോൾ 60 വയസ്സോളമുള്ളതായ യോസെഫ് മറിയത്തെ വിവാഹം കഴിച്ചു എന്നും യോസെഫിന് ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന മക്കളാണ് യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ തുടങ്ങിയവരും എന്നും വരുത്തി തീർക്കുവാൻ വേണ്ടി സാത്താന്റെ തന്ത്രമാണത്. എന്നാൽ യോസെഫ് വൃദ്ധനായിരുന്നു എന്നോ യോസെഫിന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നോ ആ ഭാര്യയിൽ മക്കളുണ്ടായിരുന്നു എന്നോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിക്കുന്ന ഒരു വാക്യം പോലും ദൈവവചനത്തിലില്ല. അതുകൊണ്ട് ദൈവവചനത്തിൽ ഇല്ലാത്തതൊക്കെ കൂട്ടിച്ചേർത്തല്ലാതെ മറിയത്തെ കന്യകയാക്കാൻ പറ്റില്ല. ചിലർ പറയും, ഇത് യോസെഫിന്റെ മക്കളൊന്നുമല്ല, മറിയത്തിന്റെ കസിൻസ് ആണ്, അല്ലെ കസിന്റെ മക്കളാണ്, അല്ലെങ്കിൽ യേശുവിന്റെ സഹോദരന്മാരെന്ന് പറയുന്നത് യേശുവിന്റെ കസിൻസ് ആണെന്ന്. അങ്ങനെ കസിനെ കുറിച്ചൊന്നുമല്ല അവിടെ പറയുന്നത്. ആ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമല്ലേ എന്നാണ് പറയുന്നത്. ഇവൻ യോസെഫിന്റെ മകൻ എന്നുള്ളതും ഇവന്റെ സഹോദരന്മാർ ആദ്യത്തെ കെട്ടിലെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പറയുകയും അല്ല ചെയ്യുന്നത്. മറിയയുടെ പേരെടുത്തു പറഞ്ഞിട്ട് മറിയയുടെ മകന് എന്ന് പറഞ്ഞിട്ട് മറ്റു സഹോദരന്മാരുടെ പേര് പറയുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റു സഹോദരന്മാരും മറിയയുടെ മക്കൾ തന്നെയായിരുന്നു.
എന്നാലും ചിലർക്ക് തൃപ്തിയാകയില്ല. അവര് പറയും മറിയത്തിന് വേറെ മക്കളില്ല, മറിയം നിത്യകന്യകയായിരുന്നു. അങ്ങനെയുള്ളവർ സങ്കീർത്തനം 69, 8, 9 എന്നീ വാക്യങ്ങൾ വായിക്കുക. ഇവിടെ പറയുന്നു, എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എന്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. സഹോദരന്മാരെന്ന് ആദ്യം പറഞ്ഞിട്ട് സംശയം തീർക്കുവാൻ വേണ്ടി അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പറയുന്നത് ആരായാലും സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന സ്വന്തം അമ്മയുടെ മക്കൾ തന്നെയാണ്. ഇതാരെ പറ്റിയുള്ള പ്രവചനമാണ്? തൊട്ടടുത്ത വാക്യത്തിൽ അത് പറയുന്നുണ്ട്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എന്റെ മേൽ വീണിരിക്കുന്നു. ഇതാരെ പറ്റി പറയുന്നതാണ്? അത് സംശയത്തിന് ഇട നൽകാത്ത വിധം ദൈവവചനത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ഇവിടെ സങ്കീർത്തനത്തിലെ ഈ പ്രവചനം എടുത്തുദ്ധരിക്കുന്നുണ്ട്. യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ കണ്ടു. അവരെയൊക്കെയും പുറത്താക്കിക്കൊണ്ട് യേശു ദേവാലയം ശുദ്ധീകരിച്ചു. ഇതോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവിൽ നിറഞ്ഞ് യോഹന്നാൻ പറയുകയാണ്, സങ്കീർത്തനത്തിൽ പറയുന്ന ഈ ഭാഗം, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു എന്നീ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെയും അത് യേശുവിനെ സംബന്ധിക്കുന്നതാണ് എന്ന്. അങ്ങനെയെങ്കിൽ അതിനു തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു, എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എന്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു എന്ന്. ഈ വാക്യങ്ങൾ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നതിന് രണ്ടു പക്ഷമില്ല. അതല്ല മറ്റാരെക്കുറിച്ചാണെങ്കിൽ അതിനെ വ്യാഖ്യാനം പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് വേറെ മക്കൾ ഉണ്ടാകുമെന്ന് അത് പ്രവചനമാണ്. അപ്പോൾ യോസെഫിന്റെ മക്കളാണെന്നോ കസിൻസ് ആണെന്നോ ഒക്കെ പറഞ്ഞ് അബദ്ധങ്ങളിൽ ചാടാതിരിക്കാൻ ദൈവമക്കൾ ശ്രദ്ധിക്കുക. യേശുവിന്റെ അമ്മയായ മറിയത്തിന് വേറെ മക്കൾ ഉണ്ടാകുമെന്ന് ദൈവാത്മാവിൽ നിറഞ്ഞ് സങ്കീർത്തനക്കാരൻ എഴുതി വെക്കുന്നു. അത് നിറവേറാതെ പോയാൽ ദൈവാത്മാവിന് തെറ്റുപറ്റി എന്ന് പറയേണ്ടതായി വരും. എന്നാൽ അത് നിറവേറി, ദൈവാത്മാവിനെ തെറ്റുപറ്റിയിട്ടില്ല. അതുകൊണ്ട് യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് വേറെ മക്കളുണ്ട് എന്നതിന് സംശയത്തിന് അടിസ്ഥാനമില്ല. മാത്രമല്ല, മത്തായി, ലൂക്കോസ് തുടങ്ങിയവർ യേശുവിന്റെ ജനനചരിത്രം എഴുതുന്നിടത്തും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം നോക്കുക. അവിടെ പറയുന്നത് ആദ്യജാതനെ പ്രസവിച്ചു. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ മറിയം അവളുടെ ആദ്യജാതനെ പ്രസവിച്ചു എന്നാണ്. ആദ്യജാതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ മകൻ, മൂത്ത മകൻ എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ആ സംഭവം നടന്ന ഉടനെയാണ് എഴുതിയതെങ്കിൽ, വേറെ മക്കളുണ്ടാകുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്ത സാഹചര്യത്തിലാണ് എഴുതുന്നതെങ്കിൽ ആദ്യജാതൻ എന്ന് എഴുതിപ്പോകും. എന്നാൽ മറിയം മരിച്ചതിന് ശേഷമാണ് എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറിയത്തിന് പ്രസവിക്കാനുള്ള കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എഴുതുന്നതെങ്കിൽ, ഒരു മകനേ ഉള്ളെങ്കിൽ ഏകജാതൻ എന്നെഴുതും, ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ ആദിജാതൻ എന്നെഴുതും. അതാണ് ഭാഷയുടെ പ്രയോഗ രീതി. ലൂക്കോസ് സുവിശേഷം എഴുതിയ കാലത്തെ മറിയം ജീവനോടെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇല്ലെന്ന് വേണം ചിന്തിക്കുവാൻ. അഥവാ ഒരു വാദത്തിനു വേണ്ടി മറിയം ഉണ്ടെന്ന് പറഞ്ഞാലും മറിയത്തിനെ പ്രസവിക്കുവാനുള്ള കാലമൊക്കെ കഴിഞ്ഞിരുന്നു എന്ന് വ്യക്തം. ആ കാലത്ത് ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ പറയുന്നു, മറിയം ആദ്യജാതനെ പ്രസവിച്ചു, അല്ലെങ്കിൽ യേശു മറിയത്തിന്റെ ആദ്യജാതനായിരുന്നു. ലൂക്കോസ് അബദ്ധം പറ്റി എഴുതിയതാണോ? ലൂക്കോസിനെ വാക്കുകളുടെ അർത്ഥം അറിയത്തില്ലാതെ പറ്റിയ അബദ്ധമാണോ ഇത്? അല്ലെന്ന് ലൂക്കോസിന്റെ സുവിശേഷം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇവിടെ പറയുന്നു, സകലതും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ലേഖനം എഴുതുകയാണ്, അല്ലെങ്കിൽ സുവിശേഷം എഴുതുകയാണ് ലൂക്കോസ് ചെയ്തത് എന്ന്. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അബദ്ധങ്ങൾ എഴുതി വെക്കുകയല്ല. എഴുതുന്നതിന് മുൻപ് തന്നെ താൻ എന്താണ് എഴുതുന്നത് എന്ന് വിശദമായി പഠിച്ച് എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ലൂക്കോസ് എഴുതുന്നത്. മാത്രമല്ല, ലൂക്കോസ് നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ മനസ്സിലാകും. മൂലഭാഷയിൽ, ഗ്രീക്കിൽ, വളരെ ശുദ്ധമായ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് അത് എഴുതിയത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അങ്ങനെ വിദ്യാഭ്യാസമുള്ള ലൂക്കോസ് സകലതും സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം പറയുകയാണ്,
മറിയത്തിന്റെ ആദ്യജാതനാണ് യേശു. മറിയത്തിന്റെ മൂത്ത മകനാണ് യേശു. ആദ്യജാതൻ എന്ന് പറയുമ്പോൾ പിന്നെയും മക്കളുണ്ടെന്ന് വ്യക്തമാണ്. ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഏകജാതനെ പ്രസവിച്ചു എന്ന് പറയുമായിരുന്നു. മത്തായിയും ഇത് തന്നെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യം നോക്കുക. അവൾ ആദ്യജാതനെ പ്രസവിച്ചു. അവനെ പ്രസവിക്കുന്നത് വരെ യോസേഫുമായി ഭാര്യാഭർതൃബന്ധമില്ലായിരുന്നു. മത്തായി ഈ സുവിശേഷം എഴുതുമ്പോഴും മറിയം ജീവനോടെയുണ്ടോ എന്ന് വ്യക്തമല്ല. മരിച്ചിരിക്കാനാണ് സാധ്യത. അഥവാ ജീവനോടെയുണ്ടെന്ന് വാദത്തിനു വേണ്ടി സമ്മതിച്ചാലും വളരെ പ്രായമായി കഴിഞ്ഞിരുന്നു. അവിടെ മത്തായി പറയുകയാണ്, യേശുവിനെ പ്രസവിക്കുന്നത് വരെ യോസേഫുമായി ലൈംഗിക ബന്ധമില്ലായിരുന്നു. അപ്പോൾ യോസേഫ് അതിനുശേഷം മറിയെ ഭാര്യയായി സ്വീകരിച്ച് ഭാര്യാഭർത്താക്കന്മാരെ പോലെ അവർ ജീവിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? ചിലർ അതിന് പറയാറുണ്ട്, മരിക്കും വരെ അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം കണ്ടു എന്നാണോ അർത്ഥമെന്ന്. അതേ ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുകയാണ്. ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുവാൻ വേണ്ടി മരിക്കുന്നതുവരെ എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം സ്വാഭാവികമായി എല്ലാവർക്കും അറിയാം മരിച്ചതിന് ശേഷം കാണാനോ കേൾക്കാനോ ഒന്നും പറ്റുകയില്ല എന്ന്. മരിക്കുന്നതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ടില്ല എന്നാണ് അർത്ഥം. എന്നാൽ മൂത്ത മകൻ ജനിക്കുന്നതുവരെ അവർ തമ്മിൽ ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റില്ല എന്നാരും ഭാഷയ്ക്ക് അർത്ഥമെടുക്കുകയില്ല. ഒരിക്കലും അവർ ബന്ധപ്പെട്ടില്ലെങ്കിൽ മറിയയും യോസേഫും തമ്മിൽ പിന്നീട് ഒരിക്കലും ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമേ എഴുതുകയുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് യേശുവിനെ പ്രസവിക്കുന്നത് വരെ എന്ന് മാത്രമാണ്. അപ്പോൾ അതിനുശേഷം അവർ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും സഹിക്കത്തില്ല. അവർ ചൂടാകും. അവർ പറയും, ലോകരക്ഷകനായ യേശുവിനെ ഗർഭം ധരിച്ച് ആ ഗർഭത്തിൽ വീണ്ടും ലൈംഗിക ബന്ധത്തിലൂടെ അശുദ്ധിയുണ്ടാക്കി എന്ന് പറയുന്നത് കൊടിയ പാപമാണ് എന്ന്. ലൈംഗിക ബന്ധം, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം പാപമാണെന്ന് ബൈബിളിൽ എവിടെയാണാവോ എഴുതിയിരിക്കുന്നത്? യോസേഫിന്റെ ഭാര്യയായിരുന്നു മറിയ അല്ലെന്ന് ബൈബിൾ പറയുന്നില്ല. അവർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചിട്ടില്ല. ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപം. മറിയയും യോസേഫും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു എങ്കിൽ യോസേഫ് ആ കൽപ്പന ലംഘിച്ചാൽ പാപിയാകുമായിരുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ബന്ധമുണ്ടാകരുത് എന്ന് ദൈവകൽപ്പന ഉണ്ടായിരുന്നു എങ്കിൽ അത് ലംഘിക്കുന്നത് പാപമാകുമായിരുന്നു. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം പാപമേ അല്ല. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. വിവാഹിതന്റെ കിടക്ക് നിർമ്മലമാണ്. അതുകൊണ്ട് യോസേഫും മറിയയുമായുള്ള ലൈംഗിക ബന്ധം അത് പാപമല്ല. മാത്രമല്ല അതിൽ അശുദ്ധി എന്നൊന്നില്ല. പലർക്കും ലൈംഗികത അശുദ്ധിയുടെ പ്രതീകമാണ്. അത് തെറ്റായ വ്യാഖ്യാനമാണ്. ലൈംഗികത അതിൽ തന്നെ ഒരു പാപമാണ് എന്ന് ദൈവവചനം ഒരിടത്തും പറയുന്നില്ല. ദൈവവചനത്തിന്റെ അതിർവിട്ടുള്ളതായ വിവാഹേതരമായ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ മാത്രമാണ് പാപമായി തീരുന്നത്. വിവാഹിതർ തമ്മിലുള്ള ലൈംഗിക ബന്ധം പാപമേ അല്ല. മറിയവും ഭർത്താവായ യോസേഫും തമ്മിലുള്ള ലൈംഗിക ബന്ധം അശുദ്ധിയല്ല, പാപമല്ല. അവർ അശുദ്ധമായി ബന്ധപ്പെടുന്നതില്ല. മറിയം വീണ്ടും പ്രസവിച്ചതുകൊണ്ട് മറിയത്തിന്റെ ഗർഭപാത്രം അശുദ്ധമാകുന്നതുമില്ല. മാത്രമല്ല മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ മറ്റാരും പിന്നീട് ഉണ്ടാകയില്ല എന്ന് ദൈവവചനത്തിൽ ഒരിടത്തും പറയുന്നതുമില്ല. അതുകൊണ്ട് ദൈവവചനത്തിൽ ഇല്ലാത്ത വ്യാഖ്യാനങ്ങളൊക്കെ എടുത്ത് മറിയത്തെ നിത്യകന്യകയായി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മറിയം വളരെ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണല്ലോ മറിയത്തെ യേശുവിന്റെ അമ്മയാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത്. അതിനുശേഷവും മറിയം തികഞ്ഞ ഭക്തിയോടെയാണ് ജീവിച്ചത്. പക്ഷേ തന്റെ ഭർത്താവായ യോസേഫുമായുള്ള ലൈംഗിക ബന്ധം ഒരു വിധത്തിലും ആ വിശുദ്ധിക്ക് കളങ്കം ചാർത്തുന്നില്ല. യോസേഫിന്റെ മക്കളെ മറിയം പ്രസവിക്കുന്നത് ആ വിശുദ്ധിക്ക് കളങ്കം ചാർത്തുന്ന കാര്യവുമല്ല. അതുകൊണ്ട് ബൈബിളിലുള്ളത് പഠിക്കുക. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: ബൈബിൾ വിശ്വസിക്കുമോ? കെട്ടുകഥകൾ വിശ്വസിക്കുമോ? നിങ്ങൾ ബൈബിളാണ് വിശ്വസിക്കുന്നതെങ്കിൽ ബൈബിളിലുള്ളത് വിശ്വസിക്കുക. ബൈബിളിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും കെട്ടുകഥകൾ വിശ്വസിച്ചേ അടങ്ങൂ എന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ കെട്ടുകഥകൾ വിശ്വസിച്ചു കൊള്ളുക. പക്ഷേ ദൈവവചനത്തിൽ ആധാരമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ പോയാൽ അത് വിഡ്ഢിത്തമായി തീരും. അത് നിങ്ങളുടെ നാശത്തിന് കാരണമായി തീരും. മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും എടുത്തു കാണിക്കുന്ന ഒരു ഭാഗം മറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ അല്ലാതെ നമുക്ക് കാര്യങ്ങൾ സാധിക്കയില്ല എന്നുള്ളതാണ്. അതിനെ അവർ പറയുന്ന കുറെ ന്യായങ്ങളൊക്കെയുണ്ട്.
പിതാവായ ദൈവം എന്ന് പറയുന്ന വലിയ കോപിഷ്ഠനാണ്. പിതാവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ പോലും നമുക്ക് പറ്റത്തില്ല. യേശു അത്രത്തോളം കോപിഷ്ഠനല്ലെങ്കിലും യേശുവിനും കാര്യങ്ങളൊന്നും അത്ര രസിക്കുന്നില്ല. യേശുവിന്റെ അടുത്ത് നമുക്ക് നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറയുവാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മറിയത്തോട് കാര്യം പറയും. മറിയം ചെന്ന് യേശുവിനോട് പറയും, യേശു ചെന്ന് പിതാവിനോട് പറയും. അങ്ങനെ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് ബൈബിളിൽ എവിടെയാണോ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? ഏത് വാക്യം വെച്ചാണോ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? ചിലർ ഉടനെ കാനാവിലെ കല്യാണ വിഷയം എടുത്ത് കാണിക്കും. എന്താണ് കാനാവിലെ കല്യാണത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യേശുവിനെയും മറിയയെയും ഒക്കെ കല്യാണത്തിന് വിളിച്ചിരുന്നു. അവിടെ യേശുവും മറിയയും ഒക്കെ ചെന്നു. അവിടെ വീഞ്ഞ് സൽക്കാരമുണ്ടായിരുന്നു. ഭക്ഷണത്തോടൊപ്പം വീഞ്ഞ് കഴിക്കുന്ന രീതി അന്ന് യഹൂദന്മാരുടെ ഇടയ്ക്കുള്ളതാണ്. അങ്ങനെ വീഞ്ഞ് അവർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി വീഞ്ഞ് തീർന്നു പോകുവാനിടയായി. വിവാഹത്തിന്റെ ഇടയിൽ വെച്ച് ഭക്ഷണപദാർത്ഥം തീർന്നുപോയാൽ അത് വലിയ നാണക്കേടാണ്, മാനഹാനിയാണ്. അത്തരമൊരു മാനഹാനി ഉണ്ടായാൽ അത് ആ കുടുംബത്തിൽ എന്നെന്നും നിലനിൽക്കും. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ മറിയം ചെന്ന് യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ലല്ലോ. സ്വാഭാവികമായും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏതു മാതാവും പുത്രനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരാം. അതിലധികമായി ഒരു കാര്യവും അവിടെയില്ല. യേശു അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുക്കുമെന്ന് മറിയം ചിന്തിച്ചിരുന്നു എന്ന് കരുതാൻ ന്യായമില്ല. കാരണം യേശു അതിനു മുൻപായി അത്ഭുതങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. യേശു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് മറിയത്തിന് അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഒരമ്മ മകനോട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. വിശേഷിച്ച് പരമൊന്നും ഉണ്ടായില്ലെങ്കിലും അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. യേശു ചോദിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക വന്നിട്ടില്ല. പലരും ചിന്തിക്കാറുണ്ട് സ്ത്രീയെ എന്ന് വിളിച്ചത് അവഹേളനമാണ് എന്ന്. അങ്ങനെയല്ല. സ്ത്രീയെ എന്നുള്ളത് ആ നാട്ടിൽ വളരെ ബഹുമാനത്തോടെ വിളിക്കുന്നതായ പേരാണ്. നമ്മുടെ മലയാളത്തിൽ വരുമ്പോഴാണ് അത് അവഹേളനം പോലെ തോന്നുന്നത്. സ്ത്രീയെ എന്ന് വിളിച്ചത് വളരെ ബഹുമാനത്തോടെയുള്ള വാക്കാണ്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നീ ഇതിന് ഇടപെടുന്നത്? അതായത് അമ്മേ എന്ന് വിളിക്കുന്നതിന് തുല്യമായ വിളി തന്നെയാണ് സ്ത്രീയെ എന്നത്. അമ്മേ, നിങ്ങൾ ഇതിൽ ഇടപെടുന്നത് എന്തിന്? എന്റെ നാഴിക വന്നിട്ടില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മറിയം ഒരിക്കൽ മാത്രമേ യേശുവിനോട് ശുപാർശ പറഞ്ഞിട്ടുള്ളൂ. അത് കാനാവിലെ കല്യാണത്തിനാണ്. അതിനുശേഷം മറിയം ജീവനോടെ ഇരുന്നപ്പോഴോ മരിച്ചതിനു ശേഷമോ യേശുവിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ശുപാർശ ചെയ്തതായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ദൈവവചനത്തിൽ സൂചന പോലുമില്ല. ആരെങ്കിലും വാദിക്കുകയാണ് കാനാവിലെ കല്യാണത്തിന് യേശു വീഞ്ഞുണ്ടാക്കി കൊടുത്തത് മറിയത്തിന്റെ അപേക്ഷ പ്രകാരമാണ് എന്ന്. എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ അതിനുശേഷം മറിയം ഒരിക്കൽ പോലും യേശുവിനോട് ഒന്നും ശുപാർശ ചെയ്തിട്ടില്ല, ഒന്നും അപേക്ഷിച്ചിട്ടില്ല. മറിയത്തിന്റെ വാക്ക് കേട്ട് യേശു ഒരിക്കൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഈ ഭൂമിയിൽ ആയിരുന്നപ്പോഴോ മറിയത്തിന്റെ മരണശേഷമോ മറിയം യേശുവിനോട് പിന്നീട് ഒന്നും ആവശ്യപ്പെട്ടതായി ദൈവവചനത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് മറിയത്തോട് പറഞ്ഞിട്ടാണ് വീഞ്ഞു കിട്ടിയത് എന്ന വാദം ശരിയായാലും തെറ്റായാലും മറിയത്തോട് പ്രാർത്ഥിക്കുന്നതിന് ന്യായീകരണം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, മറിയം പറഞ്ഞ ഉടനെ യേശു പോയി ചെയ്തതുമില്ല. അല്പം കഴിഞ്ഞ് യേശുവിന്റെ സമയമെത്തിയപ്പോൾ യേശു അതിനാവശ്യമായ കൽപ്പന കൊടുക്കുകയും അങ്ങനെ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: മറിയത്തിന്റെ വാക്കുകൊണ്ടല്ല യേശു പ്രവർത്തിച്ചത്. മറിയത്തിന്റെ വാക്കുകൊണ്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാലും അതുകൊണ്ട് വിശേഷിച്ച് ഫലമൊന്നുമില്ല. കാരണം മറിയത്തിന്റെ വാക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. മറിയം അങ്ങനെ സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് കാനാവിലെ കല്യാണത്തിന് മറിയം യേശുവിനോട് പറഞ്ഞ ന്യായം വെച്ച് ഇന്നും പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. മാത്രമല്ല, മറിയത്തിന് ഇല്ലാത്ത ഒത്തിരി സ്ഥാനമാനങ്ങളൊക്കെ സഭയിൽ കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് വലിയൊരു നീണ്ട നിര തന്നെയുണ്ട്. മറിയം സ്ലീഹന്മാരുടെ രാജ്ഞിയാണ്, ആകാശരാജ്ഞിയാണ്. അതുപോലെ ദാവീദിന്റെ പെട്ടകമാണ്, നോഹയുടെ പെട്ടകമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒന്നും തന്നെ മറിയത്തിന് ദൈവവചനത്തിൽ കാണുന്ന സ്ഥാനമാനങ്ങളല്ല. ഇതിനൊരു ആധാരവുമില്ല. സംശയമുള്ളവർ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിക്കുക. കന്യാമറിയം ഈ പറയുന്നതിൽ എന്തെങ്കിലുമാണെന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിച്ചിട്ടുണ്ടോ?
യഹോവയായ ദൈവമാണ് ദാവീദിന്റെ കോട്ട. അത് കന്യാമറിയമല്ല. സ്ലീഹന്മാർക്ക് രാജ്ഞിയില്ല, സ്ലീഹന്മാർക്ക് രാജാവേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുപോലെ ആകാശത്തിന്റെ രാജ്ഞി എന്ന് പറയുന്ന ഒരു രാജ്ഞി, അത് ദൈവവചനത്തിൽ ആകെയുള്ളത് ജാതികളുടെ ദേവിയാണ്. ആകാശരാജ്ഞിക്ക് ജാതികൾ അപ്പം ചുട്ടിരുന്നു. പിൽക്കാലത്തെ യഹൂദന്മാരും അത് കണ്ട് ആചരിക്കുകയും ആകാശരാജ്ഞിക്ക് അവർ അപ്പം ചുടുകയും ചെയ്തിട്ടുണ്ട്. അത് ക്രിസ്തുവിനൊക്കെ മുൻപുള്ള കാലമാണ്, ക്രിസ്തുവുമായി ബന്ധമുള്ള കാര്യമല്ല. ക്രിസ്തുവിന് മുൻപ് ഏകദേശം 500 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അന്നേ ആകാശരാജ്ഞിക്ക് അപ്പം ചുടുന്ന രീതി ഉണ്ടായിരുന്നു. അത് ജാതികൾ ചെയ്തിരുന്ന ആചാരമാണ്. യഹൂദന്മാർ അത് കണ്ടു പഠിക്കുകയും ആകാശരാജ്ഞിക്ക് അപ്പം ചുടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറിയത്തിന് ഇന്ന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാനവും ദൈവവചനത്തിലുള്ളതല്ല എന്നറിയണം. മാത്രമല്ല 4 സുവിശേഷങ്ങളും കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലാണ് നാം മറിയത്തെ അവസാനമായി കാണുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി കാത്തിരിക്കുന്ന 120 ആളുകളുടെ കൂട്ടത്തിൽ മറിയയുണ്ട്, യേശുവിന്റെ സഹോദരന്മാരുണ്ട്. അതിനുശേഷം യേശുവിന്റെ സഹോദരന്മാരെ വീണ്ടും നാം കാണുന്നുണ്ട്. എന്നാൽ മറിയയെ ഒരു സ്ഥലത്തും പിന്നീട് കാണുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളിലില്ല, ലേഖനങ്ങളിലില്ല, വെളിപ്പാട് പുസ്തകത്തിലുമില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മറിയം സ്ലീഹന്മാരുടെ രാജ്ഞിയായിരുന്നു എങ്കിൽ കുറഞ്ഞപക്ഷം അപ്പോസ്തല പ്രവൃത്തികളിൽ അതുണ്ടാകേണ്ടതല്ലേ? പൗലോസും പത്രോസും ഒക്കെ ലേഖനം എഴുതുമ്പോൾ നമ്മുടെ രാജ്ഞിയായ മറിയം എന്ന് പറയേണ്ടതല്ലേ? ഒരു സ്ഥലത്ത് പോലും മറിയത്തെക്കുറിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്നീട് പറയാതിരിക്കുന്നതെന്ത്? സഭയിൽ നല്ലതും ചീത്തയുമായ ഒത്തിരി കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും മറിയത്തെ നാം കാണുന്നില്ല. പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കുവാനായി മറിയം ജീവനോടെ ഇരുന്നപ്പോഴോ മരിച്ചതിന് ശേഷമോ ആരും മറിയത്തോട് പ്രാർത്ഥിക്കുന്നില്ല. ഇന്ന് നാം കാണുന്നത് പോലെ മറിയത്തോടാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ, പരിശുദ്ധ മറിയമേ ഇപ്പോഴും പ്രാർത്ഥിച്ചോണേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ, മറിയം ജീവനോടെ ഇരുന്ന കാലത്ത് കർത്താവിന്റെ ശിഷ്യന്മാരോ സഭയിലെ മറ്റു വിശ്വാസികളോ മറിയത്തെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതല്ലേ? മറിയം അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കേണ്ടതല്ലേ? മറിയം മരിച്ചതിന് ശേഷവും ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ മറിയത്തോട് വിശ്വാസികൾ പ്രാർത്ഥിച്ചതായി ദൈവവചനത്തിൽ കാണേണ്ടതല്ലേ? മറിയത്തോടൊന്നല്ല, ഒരു പുണ്യവാളനോടും പ്രാർത്ഥിച്ചതായി ദൈവവചനത്തിൽ കാണുന്നില്ല. ആ വിഷയം നാം അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഏതായാലും മരിച്ചവരോടുള്ള പ്രാർത്ഥന അത് ദൈവവചനത്തിലുള്ള കാര്യമല്ല. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മറിയത്തിന് കേൾക്കുവാൻ കഴിയുന്നതുമല്ല. പലരുടെയും വിചാരം മറിയം സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നാം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറിയം അത് കേൾക്കും. എന്നിട്ട് പുത്രനോട് കാര്യം പറയും, പുത്രൻ പിതാവിനോട് പറയും. അങ്ങനെ നമുക്ക് കാര്യം സാധിച്ചു കിട്ടുമെന്നാണ്. ആ ധാരണ തെറ്റാണ്. കാരണം മറിയം നരകത്തിൽ പോകുമെന്ന് പറയുന്നത് ശരിയല്ല. മറിയം തീർച്ചയായും സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. മറിയം വിശ്രമിക്കുകയാണ്. ദാനിയേലിനോട് ദൈവം പറയുന്നു, ദാനിയേലെ നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ നീ എഴുന്നേറ്റ് വരും എന്ന് പറയുന്നത് പോലെ മറിയം പോയി ഇന്ന് വിശ്രമിക്കുകയാണ്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. അഥവാ ഇനിയും പ്രാർത്ഥിക്കുകയാണെന്ന് വെറുതെ ഒരു വാദത്തിനു വേണ്ടി അങ്ങ് സമ്മതിച്ചാൽ പോലും പ്രശ്നം തീരുന്നില്ല. കാരണം നാം ഈ ഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കോടാനുകോടി പ്രകാശവർഷം അകലെയിരിക്കുന്ന മറിയത്തിന് കേൾക്കുവാൻ കഴിയുന്നതല്ല. ആയിരക്കണക്കിന് ഭാഷകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. മറിയം ജീവനോടെ ഇരുന്ന കാലത്ത് ഈ ഭൂമിയിലുണ്ടായിരുന്ന ഭാഷയല്ല ഇവയിൽ ഭൂരിപക്ഷവും. മറിയത്തിന് അരാമ്യ ഭാഷ അറിയാം. അല്പസ്വല്പം ഗ്രീക്കോ ലാറ്റിനോ കേട്ടാൽ മനസ്സിലാകുമായിരിക്കും. അതിലധികമൊന്നും മറിയം പഠിച്ചിട്ടില്ല. മറിയം മരിച്ചു 2000-ഓളം വർഷവുമായിരിക്കുന്നു. ഭാഷയ്ക്ക് അനേക രൂപപരിണാമങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇന്ന് നാം പറയുന്ന ഈ വാക്കുകൾ മറിയത്തിന് മനസ്സിലാകയില്ല. ഇനി മനസ്സിലാകുമെന്ന് സമ്മതിച്ചാൽ പോലും നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മറിയം എങ്ങനെ കേൾക്കും? മറിയം സർവ്വവ്യാപിയാണോ? മറിയത്തിന്റെ ആത്മാവ് സ്വർഗത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന മനുഷ്യാത്മാവിന് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുവാൻ കഴിയുമോ? കേൾക്കുവാൻ കഴിയുമോ? അതെങ്ങനെ സംഭവിക്കും? നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് കേൾക്കുവാൻ കഴിയും. കാരണം ദൈവം സർവ്വവ്യാപിയാണ്. നാം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശുവിന് കേൾക്കുവാൻ കഴിയും. കാരണം യേശു ദൈവമാണ്, സർവ്വവ്യാപിയാണ്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ വരാം എന്ന് കർത്താവായ യേശു ക്രിസ്തു വാക്ക് പറഞ്ഞതാണ്. മറിയത്തിന് അങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയുന്നതല്ല.
കാരണം മറിയം സർവ്വവ്യാപിയല്ല എന്നത് തന്നെ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. മറിയത്തോട് നാം പ്രാർത്ഥിച്ചാൽ മറിയത്തിന് മനസ്സിലാകില്ല. മറിയത്തോട് പ്രാർത്ഥിച്ചാൽ മറിയം കേൾക്കുകയുമില്ല. മറിയം ഇപ്പോൾ വിശ്രമത്തിലാണ്. കോടാനുകോടി പ്രകാശവർഷം അകലെയിരിക്കുന്ന മറിയത്തിന് ഭൂമിയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ പോലും കഴിവില്ല. പുണ്യാളന്മാരുടെ കാര്യവും ഇതൊക്കെ തന്നെയാണ്. ഇതേപ്പറ്റി അല്പം കൂടെ വിശദമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് മറിയത്തോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും കാര്യം നേടിയതായി കാനാവിലെ കല്യാണത്തിന് ശേഷം കാണുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് ശേഷം മറിയത്തെ പോലും നാം കാണുന്നില്ല. കർത്താവിന്റെ ശിഷ്യന്മാരോ സാധാരണക്കാരായ വിശ്വാസികളോ മറിയത്തോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേടിയതായും ദൈവവചനത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് മറിയത്തോട് പ്രാർത്ഥിക്കുക എന്ന രീതി, മറിയത്തോട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ദൈവവചനത്തിന് പുറത്തുള്ളതാണ്. അബദ്ധം പറ്റരുത്. മറിയം ഉടലോടെ സ്വർഗത്ത് പോയി എന്നൊരു ധാരണ നിലവിലുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതി മറിയത്തിന്റെ സ്വർഗാരോഹണ ദിവസമായി കത്തോലിക്ക സഭയും മറ്റും ആഘോഷിക്കുന്നുമുണ്ട്. മറിയം നരകത്തിൽ പോയി എന്ന് നമ്മൾ ആരും പറയുന്നില്ല. എന്നാൽ ഇവര് പറയുന്നത് പോലെ മറിയം ഉടലോടെയോ അല്ലാതെയോ ഓഗസ്റ്റ് 15-ാം തീയതി സ്വർഗത്തിൽ പോയി എന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിക്കുന്ന ഒരു വാക്യം പോലും ബൈബിളിലില്ല. മറിയം എന്നാണ് മരിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. മറിയത്തിന്റെ മരണത്തെക്കുറിച്ചും ബൈബിളിൽ കാണുന്നില്ല. അതത്ര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതുകൊണ്ടാണ് എഴുതാഞ്ഞത്. മറിയം എന്നത് ദൈവസഭയ്ക്ക് അത്ര പ്രാധാന്യമുള്ള വിഷയമല്ല. അതുകൊണ്ടാണ് മറിയത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിലോ ലേഖനങ്ങളിലോ ഒരക്ഷരം പോലും പറയാത്തത്. യേശുവിന്റെ അമ്മ, യേശുവിന്റെ സഹോദരന്മാർ, ഇതൊന്നും ദൈവസഭയ്ക്ക് വലിയ കാര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് മറിയം മരിച്ചതോ സഹോദരന്മാര് മരിച്ചതോ ഒന്നും എഴുതേണ്ട കാര്യമില്ല. എന്തിനേറെ യോസേഫ് മരിച്ച കാര്യവും ബൈബിളിലില്ലല്ലോ. അതൊന്നും ദൈവത്തിന് വലിയ കാര്യമല്ല, ദൈവാത്മാവിന് വലിയ കാര്യമല്ല, ദൈവസഭയ്ക്ക് വലിയ കാര്യമല്ല. എന്നാൽ മറിയം ഉടലോടെ സ്വർഗത്തിൽ പോയി എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഉടലോടെയാണോ എന്നറിയത്തില്ലെങ്കിലും സ്വർഗത്തിൽ പോയി എന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. ഈ വിശ്വാസമൊന്നുമില്ലാതെ തന്നെ പറയാം, മറിയം രക്ഷിക്കപ്പെട്ട സ്ത്രീയാകയാൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട സ്ത്രീയാകയാൽ തീർച്ചയായും നിത്യജീവൻ പ്രാപിച്ചിരിക്കും. നിത്യജീവൻ അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് അവർ നരകത്തിൽ പോകയില്ല. പക്ഷേ മറിയത്തിന്റെ സ്വർഗാരോഹണം എന്ന് പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് 15 ആചരിക്കുന്നതും അന്ന് മറിയത്തിന്റെ സ്വർഗാരോഹണം എന്ന നിലയ്ക്ക് ആഘോഷിക്കുന്നതും അർത്ഥശൂന്യമായ കാര്യമാണ്. ഓഗസ്റ്റ് 15 മറിയവും തമ്മിൽ വിശേഷിച്ചൊരു ബന്ധവുമില്ല. അതുപോലെ മറിയം അമലോത്ഭവയായിരുന്നു എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. കത്തോലിക്ക സഭയാണ് പൊതുവെ ഇത് പഠിപ്പിക്കുന്നത്. അവരുടെ വിശ്വാസമനുസരിച്ച് മറിയം ജന്മപാപമില്ലാതെയാണ് ജനിച്ചത്. അതിനവർ പറയുന്ന ഒരു ന്യായമുണ്ട്. യേശുവിനെ ജന്മപാപമില്ലായിരുന്നു. ജന്മപാപമില്ലാതെ യേശു ജനിക്കണമെങ്കിൽ ജന്മപാപമില്ലാത്ത ഒരു അമ്മ ആവശ്യമല്ലേ? അതുകൊണ്ട് യേശുവിന്റെ അമ്മയായ മറിയത്തിന് ജന്മപാപമില്ലായിരുന്നു. ജന്മപാപമില്ലാതെ ജനിച്ച മറിയത്തിൽ നിന്ന് ജന്മപാപമില്ലാതെ യേശു ജനിച്ചു എന്ന്. പക്ഷേ ഈ ന്യായം സർവ്വ അബദ്ധമാണ്. ജന്മപാപമില്ലാതെ ജനിച്ച വ്യക്തിയിൽ നിന്ന് മാത്രമേ ജന്മപാപമില്ലാത്ത മറ്റൊരു വ്യക്തി ഉണ്ടാകൂ എങ്കിൽ മറിയത്തിന്റെ അമ്മയ്ക്കും ജന്മപാപമില്ലെന്ന് വരേണ്ടതായി വരുന്നു. കാരണം മറിയത്തിന്റെ അമ്മയ്ക്ക് ജന്മപാപമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ജന്മപാപമില്ലാതെ എങ്ങനെയാണപ്പാ മറിയം ജനിക്കുക? അങ്ങനെ നോക്കുമ്പോൾ മറിയത്തിന്റെ അമ്മയ്ക്ക് ജന്മപാപമില്ലെങ്കിൽ മറിയത്തിന്റെ അമ്മൂമ്മയ്ക്ക് ജന്മപാപമില്ല എന്ന് പറയേണ്ടതായി വരും. അങ്ങനെ പറഞ്ഞു ചെല്ലുമ്പോൾ ഒടുവിൽ ഹവ്വായിൽ ചെന്ന് നിൽക്കേണ്ടതായി വരും. അങ്ങനെ ഹവ്വായിക്കും ജന്മപാപമില്ല എന്ന് പറഞ്ഞു പിടിപ്പിക്കേണ്ടതായി വരും. ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത അബദ്ധ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കാൻ പോയാൽ ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളും ഉണ്ടായിത്തീരും. ദൈവവചനത്തിന്റെ അതിരിനുള്ളിൽ നിന്നാൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും കഴിയും. മറിയത്തിന് ജന്മപാപമില്ലായിരുന്നു എന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ദൈവവചനത്തിൽ കാണുന്നില്ല. മറിയവും യേശുവിനെ രക്ഷകനായാണ് കണക്കാക്കിയിരുന്നത്. എന്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ഘോഷിക്കുന്നു, ഉല്ലസിക്കുന്നു എന്ന് മറിയം തന്നെ പറയുന്നുണ്ട്. മറിയത്തിനും രക്ഷകനെ ആവശ്യമായിരുന്നു. കാരണം മറിയവും നമ്മെപ്പോലെ ഒരു പാപിയായിരുന്നു. പാപി എന്ന് പറയുമ്പോൾ വ്യഭിചാരിണി എന്നൊക്കെ അർത്ഥമെടുക്കരുത് കേട്ടോ. മറിയം വ്യഭിചാരിണിയായിരുന്നെന്നോ ദുർമാർഗ ജീവിതം നയിച്ചവളായിരുന്നെന്നോ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏതു മനുഷ്യനും പാപിയായിരിക്കുന്നത് പോലെ തന്നെ മറിയവും പാപിയായിരുന്നു. അങ്ങനെ സാധാരണ ഒരു സ്ത്രീയായിരുന്ന ആ മറിയത്തിൽ നിന്നാണ് യേശു ജനിച്ചത്.
അല്ലാതെ ജന്മപാപമില്ലാതെ കർമ്മപാപമില്ലാതെ പരിശുദ്ധ പുണ്യവതിയായിരുന്നതുകൊണ്ടല്ല മറിയത്തെ തെരഞ്ഞെടുത്തത്. മറിയത്തെ വിളിക്കുന്നത് തന്നെ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്നാണ്. അത് കത്തോലിക്ക സഭ പരിഷ്കരിച്ച് നന്മ നിറഞ്ഞവളെ നിനക്ക് സ്തുതി എന്നാക്കിയിട്ടുണ്ട്. അതിനും ദൈവോചനത്തിൽ ആധാരമില്ല. നന്മ നിറഞ്ഞവൾ എന്ന് മറിയത്തെ വിളിച്ചിട്ടില്ല, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞിട്ടുമില്ല. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് ദൂതൻ പറഞ്ഞത്. കൃപ എന്നാൽ എന്ത്? അത് ഒന്നാമത്തെ സീഡിയിൽ നാം കണ്ടു കഴിഞ്ഞതാണ്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. നല്ല പ്രവൃത്തിയുള്ളിടത്ത് കൃപയുടെ ആവശ്യവുമില്ല. കൃപ ചൊരിയണമെങ്കിൽ പാപമുണ്ടാകണം. പാപം പെരുകിയിടത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു എന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് മറിയത്തിന് കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മറിയവും മറ്റുള്ളവരെ പോലെ പാപിയായിരുന്നു. വീണ്ടും പറയട്ടെ, മറിയം ദുർമാർഗിയാണെന്നല്ല പറഞ്ഞത്. ഏതു മനുഷ്യനും ഏതു സ്ത്രീയും ആയിരിക്കുന്നത് പോലെയുള്ള പാപം മറിയത്തിനുമുണ്ടായിരുന്നു. വളരെ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു മറിയം. എങ്കിലും ദൈവത്തിന്റെ കൃപയാലാണ് അവളെ ദൈവം തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ദൂതൻ പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നിന്റെ പ്രവൃത്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാൽ നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ലോകരക്ഷകൻ ഇതാ ഉരുവാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അത് മറിയത്തിന്റെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് മറിയത്തോട് ദൈവത്തിന് തോന്നിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമെന്നില്ല, അമലോത്ഭവയെന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇത്രയുമൊക്കെ പറയുമ്പോൾ പലർക്കും തോന്നും, അങ്ങനെയെങ്കിൽ കന്യാമറിയത്തിന് എങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലുള്ളതായ സ്ഥാനമാനങ്ങൾ ദൈവസഭയിൽ ഉണ്ടായത്? വിശേഷിച്ച് കത്തോലിക്ക സഭ, യാക്കോബ് സഭ പോലുള്ള സഭകളിൽ കന്യാമറിയത്തെ വലിയ പ്രാധാന്യത്തോടെയാണല്ലോ വണങ്ങി വരുന്നത്. എന്താണ് ഇതിന് കാരണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ദൈവസഭയിലേക്ക് പാഗൻ മതം കടന്നുവരുവാനിടയായി. പാഗൻ മതത്തിലെ ദുരാചാരങ്ങൾ ദൈവസഭയിൽ കടന്നുവരുവാനിടയായി. പാഗൻ മതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ഉത്ഭവിച്ചത് മൊസൊപ്പൊട്ടോമിയയിലാണ്. മതങ്ങളെക്കുറിച്ചുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ അടുത്ത സീഡിയിൽ ഞാൻ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. എങ്കിലും സാന്ദർഭികമായി ചുരുക്കി പറയാം. ബാബേൽ ഗോപുരം പണിയുന്നതിന് നിമ്രോദിന്റെ നേതൃത്വത്തിൽ ഒരു ശ്രമമുണ്ടായി. എന്നാൽ ദൈവം ഭാഷ കലക്കി കളഞ്ഞതുകൊണ്ട് ആ ശ്രമം പരാജയപ്പെട്ടു. ഏറെ താമസിയാതെ നിമ്രോദ് വധിക്കപ്പെട്ടു. നിമ്രോദിന്റെ ഭാര്യയായിരുന്ന സെമീറാമീസ്, അവള് ചില വർഷങ്ങൾക്ക് ശേഷം ദുർമാർഗ ജീവിതത്തിലൂടെ ഒരു ശിശുവിന് ജന്മം കൊടുത്തു. അവൾ ജനങ്ങളോട് പറഞ്ഞു, ഇത് മരിച്ചുപോയ നിമ്രോദ് തന്നെ എന്നിൽ വീണ്ടും ജനിച്ചിരിക്കുകയാണ്. നിമ്രോദാണ് ഈ വന്നിരിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചിട്ട് വീണ്ടും ഉദിക്കുന്നത് പോലെ ലോകരക്ഷകനായിരുന്ന നിമ്രോദ് മരിച്ചു, വീണ്ടും ഇതാ ജനിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മാതാവാണ്, ഞാൻ ഈ ശിശു ദൈവമാണ്, സൂര്യദേവനാണ്, സൂര്യദേവനായ ദൈവത്തിന്റെ മാതാവാണ് ഞാൻ എന്നൊക്കെ അവൾ പറയുവാൻ തുടങ്ങി. എന്തു വിഡ്ഢിത്തം പറഞ്ഞാലും വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടാകുമല്ലോ. ഏതെങ്കിലും ഒരു സ്ത്രീ ദൈവമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് കേരളത്തിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് 4 സഹസ്രാബ്ദത്തോളം മുൻപ്, ഇന്നത്തെ പോലെ വിദ്യാഭ്യാസമില്ലാത്ത കാലത്ത്, ശാസ്ത്രമില്ലാത്ത കാലത്ത് ഒരു സ്ത്രീ ഈ പറഞ്ഞതൊക്കെ ജനങ്ങൾ വിശ്വസിച്ചതിൽ അത്ഭുതമില്ല. അങ്ങനെ സെമീറാമീസ് ദേവിയായി ഉയർത്തപ്പെട്ടു. സെമീറാമീസിന്റെ മകൻ സൂര്യദേവനായി കണക്കാക്കപ്പെട്ടു. ആ സൂര്യദേവന്റെ ജന്മദിവസമാണ് പിൽക്കാലത്തെ ക്രിസ്തുമസായി ആഘോഷിക്കപ്പെടുന്നത്. അതേപ്പറ്റിയും തുടർന്നു വരുന്ന ക്ലാസ്സിൽ നാം പഠിക്കുന്നുണ്ട്. അതുപോലെ നിമ്രോദിന്റെ മരണം നടന്ന ദിവസം, അതാണ് പിൽക്കാലത്ത് ദുഃഖവെള്ളിയായത്. അതുപോലെ സെമീറാമീസ്, അവൾക്ക് ഇഷ്ടാർ എന്നു പേരുണ്ട്. എസ്തേർ എന്ന പേരും അതിന്റെ ഒരു രൂപഭേദമാണ്. ആ ഇഷ്ടാർ ദേവിയുടെ ഉത്സവമാണ് ഇന്ന് ഈസ്റ്ററായി ആഘോഷിക്കുന്നത്. പാഗൻ മതത്തിൽ ഈ ദേവി നിലനിന്നിരുന്നു. അവളെ ആകാശരാജ്ഞി എന്ന് വിളിച്ചിരുന്നു. സൂര്യനെ പ്രസവിച്ചവളെന്നുള്ള അർത്ഥത്തിൽ മെഡോണ എന്ന് വിളിച്ചിരുന്നു. സ്വർഗത്തിന്റെ രാജ്ഞിയാണ്, ലോകത്തിന്റെ അധിപതിയാണ് എന്നൊക്കെ അവൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്നു. ആ ദേവിയെ പാഗൻ മതത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് വന്ന പുരോഹിതന്മാർ ക്രിസ്തുമതത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ക്രിസ്തുമതത്തിൽ ഈ പാഗൻ ദേവി സെമീറാമീസ് അല്ലെങ്കിൽ മെഡോണ എത്തിയത്. ആ മെഡോണയെ പേര് പോലും മാറ്റാതെ മെഡോണ എന്ന പേരിൽ തന്നെ ഇപ്പോഴും കന്യാമറിയമായി ആരാധിക്കുന്നു. കന്യാമറിയത്തിന് എവിടെയാണ് മെഡോണ എന്ന് പേര്? ബൈബിളിൽ എവിടെയെങ്കിലും കന്യാമറിയത്തിന് മെഡോണ എന്ന് പേര് കാണുവാൻ കഴിയുമോ? അങ്ങനെ ഒരു സംഭവമില്ല. കന്യാമറിയം മെഡോണ ആയിരുന്നില്ല.
എന്നാൽ മെഡോണ എന്ന പേരിൽ തന്നെ കന്യാമറിയത്തെ ഇന്നും കണക്കാക്കുന്നു. കാരണം മെഡോണ എന്ന പേര് 3000-3500 വർഷം മുമ്പ് പോലും ഉള്ളതാണ്. അതേ പാഗൻ മതത്തിലെ ദേവിയുടെ പേരാണ്. ആ ദേവിയുടെ പേരാണ് ഇന്നും കന്യാമറിയത്തിന് ഉപയോഗിക്കുന്നത്. മാത്രമല്ല കന്യാമറിയത്തിന്റേതെന്ന് പറഞ്ഞ് ഇന്ന് ആരാധിക്കുന്ന പ്രതിമകൾ യഥാർത്ഥത്തിൽ 2000-ലധികം വർഷം പഴക്കമുണ്ടാകേണ്ടതല്ല. പക്ഷേ 3000-3500 വർഷം പഴക്കമുള്ളതായ പ്രതിമകൾ, മാതാവിന്റെയും ശിശുവിന്റെയും പ്രതിമകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. ബ്രിട്ടീഷ് മ്യൂസിയം പോലുള്ള മ്യൂസിയങ്ങളിൽ നിരവധി എണ്ണം കാണുവാനും കഴിയും. കന്യാമറിയമല്ല, ഈ പാഗൻ മതത്തിലെ ദേവിയാണ് നാം പറയുന്ന ഈ കന്യാമറിയം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ പാഗൻ മതത്തിൽ നിന്നും 4-ാം നൂറ്റാണ്ടിൽ ദൈവസഭയിൽ എത്തിച്ചേർന്ന ആ ജാതീയ ദേവിയാണ് കന്യാമറിയമായി രൂപാന്തരപ്പെട്ടതും ആ കന്യാമറിയത്തിലൂടെ ഇന്ന് അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ച് തെറ്റിദ്ധരിക്കുവാൻ ഇടയാകുന്നതും. ദൈവമക്കൾ സൂക്ഷിക്കുക, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കു വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ച ക്രിസ്തു തന്നെ എന്ന് പറയുമ്പോൾ കന്യാമറിയമുണ്ട് എന്നല്ല അർത്ഥം. ഇത്രയുമൊക്കെ പറയുമ്പോൾ പലരും പറയും, നിങ്ങൾ അമ്മയില്ലാത്തവരാണ്. അയ്യോ, അമ്മയില്ലെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. ഞങ്ങൾക്ക് സ്വന്തം അമ്മയുണ്ട്. കൂടാതെ യേശുവിന്റെ അമ്മയായ മറിയത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ആദിമകാലത്തെ അപ്പോസ്തലന്മാര്, ആദിമകാലത്തെ ക്രിസ്ത്യാനികള് കന്യാമറിയത്തെ എത്രത്തോളം ബഹുമാനിച്ചിരുന്നുവോ അത്രത്തോളം തന്നെ കന്യാമറിയത്തെ ഞങ്ങളും ബഹുമാനിക്കുന്നു. അതിനപ്പുറമായി ബഹുമാനിക്കാൻ വയ്യ. കന്യാമറിയത്തെ ആകാശരാജ്ഞിയായി ബഹുമാനിക്കാൻ പറ്റില്ല. കാരണം കന്യാമറിയത്തെ ആകാശരാജ്ഞിയായി സ്ലീഹന്മാരോ അല്ലെങ്കിൽ ആദിമ ക്രിസ്ത്യാനികളോ ബഹുമാനിച്ചിരുന്നില്ല. കന്യാമറിയത്തെ സ്ലീഹന്മാരുടെ രാജ്ഞിയായി കണക്കാക്കാൻ പറ്റില്ല. കാരണം സ്ലീഹന്മാരാരും തന്നെ കന്യാമറിയത്തെ രാജ്ഞിയായി കണക്കാക്കിയിരുന്നില്ല. കന്യാമറിയത്തിന്റെ പ്രതിമകൾ വെച്ച് ആരാധിക്കാനോ വണങ്ങാനോ സാധ്യമല്ല. കാരണം കന്യാമറിയത്തിന്റേതെന്നല്ല, ആരുടെയും പ്രതിമ വെച്ച് വണങ്ങുവാൻ ദൈവവചനത്തിൽ ആധാരമില്ല എന്നത് തന്നെ. ദൈവവചനത്തിൽ മറിയത്തിനുള്ള സ്ഥാനം കൊടുക്കുവാൻ തയ്യാറാണ്. അതിനപ്പുറത്തേക്ക് കടക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അമ്മയില്ല എന്ന് പരിഹസിക്കുന്നത് ശരിയല്ല. ആദ്യമായി നിങ്ങൾ ദൈവവചനം പഠിക്കുക. അമ്മയ്ക്ക് ദൈവവചനത്തിൽ എന്ത് സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനമൊക്കെ ക്രിസ്തീയ സഭയിൽ ഇന്നുമുണ്ട്, ക്രിസ്ത്യാനിയുടെ ഇടയിൽ ഇന്നുമുണ്ട്. ക്രിസ്ത്യാനിത്വം എന്ന പേരിൽ അറിയപ്പെടുന്ന കത്തോലിക്ക യാക്കോബ പോലുള്ള സഭകൾ അവർ സർവ്വ അബദ്ധമാണ് കാണിച്ചു കൂട്ടുന്നത്. ദൈവവചനത്തിൽ ആധാരമില്ലാത്തത് ചെയ്ത് അവർ അബദ്ധത്തിലായിരിക്കുകയാണ്. ദൈവവചനം പഠിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. ഇതോടുള്ള ബന്ധത്തിൽ 1-2 ചോദ്യങ്ങൾക്ക് കൂടെ മറുപടി പറയേണ്ടിയിരിക്കുന്നു. പലരും ചോദിക്കും, കന്യാമറിയത്തിന് ശക്തിയില്ലെങ്കിൽ എങ്ങനെയാണ് കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകുന്നത്? കന്യാമറിയത്തോട് പ്രാർത്ഥിച്ച് രോഗശാന്തിയുണ്ടായ, അത്ഭുതങ്ങൾ നടന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? ഇതേ സംബന്ധിച്ച് 3-ാമത്തെ CD-യിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് സാത്താനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ ജനം തെറ്റിദ്ധരിക്കുമെങ്കിൽ, ദൈവവചനത്തിലില്ലാത്തതൊക്കെ വിശ്വസിക്കുമെങ്കിൽ, വഴിതെറ്റുമെങ്കിൽ സാത്താന് സന്തോഷമേയുള്ളൂ. അങ്ങനെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവതെല്ലാം അവൻ ചെയ്യും. കന്യാമറിയത്തോട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്ന് ജനം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ വിശ്വാസം ദൈവവചനത്തിനെതിരാണ്. അപ്പോൾ സാത്താൻ എന്തു ചെയ്യും? അവൻ സ്വാഭാവികമായും കന്യാമറിയത്തോട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. അങ്ങനെ അവൻ കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഫലം കൊടുക്കും. അങ്ങനെയാണ് ഫലമുണ്ടാകുന്നത്. മറിയത്തോട് പ്രാർത്ഥിക്കുന്നു, മറിയമേ ഞങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്തു തരണമേ എന്ന്. സ്വർഗത്തിലിരിക്കുന്ന മറിയത്തിനത് മനസ്സിലായിട്ടില്ല, കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മറിയം ആരോടും പ്രാർത്ഥിക്കുന്നില്ല, മറിയം ഒരു അത്ഭുതവും ചെയ്യുന്നതുമില്ല. എന്നാൽ ഇത് കേട്ടു നിൽക്കുന്ന സാത്താൻ അത്ഭുതം പ്രവർത്തിച്ചു കൊടുക്കും. അങ്ങനെ കന്യാമറിയത്തിന്റെ പേരിൽ അത്ഭുതം നടക്കും. കന്യാമറിയം ചെയ്തതാണ് ആ അത്ഭുതമെന്ന് ജനങ്ങൾ വിശ്വസിക്കാനിടയാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പ്രത്യേക പള്ളികളിൽ ചെന്ന് പ്രാർത്ഥിച്ചാലാണ് കൂടുതൽ അത്ഭുതം നടക്കുക. വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ചാൽ കൂടുതൽ അത്ഭുതമുണ്ടാകും. അതുപോലെ ഫാത്തിമയിലോ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലമുണ്ടാകും. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഫലം അല്പം കുറവാ. എന്താണ് കാരണം? ഈ പറയുന്ന പള്ളികളിലൊക്കെ സാത്താന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. നിങ്ങൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള ദുരാത്മാക്കൾ അത് കേൾക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ദുരാത്മാവ് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ദൈവമാണ് സാധിപ്പിച്ചു തന്നത്, കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലാണ് സാധിച്ചത് എന്നൊക്കെ. പക്ഷേ സത്യം അതല്ല. കന്യാമറിയത്തിന്റെ പ്രാർത്ഥന കൊണ്ടല്ല നടന്നത്. കന്യാമറിയത് കേട്ടത് കൊണ്ടല്ല സംഭവിച്ചത്. നിങ്ങൾ ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന സാത്താൻ അത് കേൾക്കുകയും ആ ഭൂതങ്ങളിൽ ആരെങ്കിലും വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചതായ കാര്യങ്ങൾ സാധ്യമാക്കി തരികയുമാണ് ചെയ്തത്.
അതുകൊണ്ട് നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല ഇത് ദൈവികമാണോ എന്നതിന്റെ മാനദണ്ഡം. ദൈവവചനത്തിൽ ഇത് പറയുന്നുണ്ടോ, ദൈവവചനത്തിൽ ആധാരമുള്ള കാര്യമാണോ ഇത് എന്നാണ് പരിശോധിക്കേണ്ടത്. ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചു, മറിയത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല. മറിയം ജീവനോടെ ഇരുന്നപ്പോഴോ മരിച്ച ശേഷമോ ക്രിസ്ത്യാനികളാരും മറിയത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് മറിയത്തോട് പ്രാർത്ഥിച്ച് ഫലമുണ്ടാക്കുന്ന പരിപാടി ദൈവവചനത്തിന്റെ പരിധിയിലുള്ളതല്ല. മറിയത്തോട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടായി എന്ന് വരും. അത് സാത്താനാണ് ഉണ്ടാക്കിത്തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. മറിയത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ഒരു ദൈവദൂഷണം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിയത്തെക്കുറിച്ച് പറയുന്നത് മറിയം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് എന്നത്രേ. പരിശുദ്ധാത്മാവിന് മണവാട്ടിയുണ്ടെന്ന് ദൈവവചനത്തിൽ ഒരിടത്തും പറയുന്നില്ല. പിതാവായ ദൈവത്തിന് മണവാട്ടിയുണ്ടെന്നും പറയുന്നില്ല. എന്നാൽ കർത്താവായ യേശുവിന് ദൈവസഭ ആകുന്ന മണവാട്ടിയുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്ത്രീയല്ല. ദൈവസഭയിലെ അംഗങ്ങളെല്ലാം ചേരുമ്പോൾ ആ സഭയെ യേശുവിന്റെ മണവാട്ടിയായി പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു സ്ത്രീയെ യേശു വിവാഹം കഴിക്കുന്നില്ല. സഭയുടെ തലയാണ് ക്രിസ്തു. ഏത് സ്ത്രീയുടെയും തലയാണ് അവളുടെ ഭർത്താവ്. അതുപോലെ സഭയുടെ തലയാണ് ക്രിസ്തു. ആ അർത്ഥത്തിൽ ക്രിസ്തു എന്ന് പറയുന്നത് സഭയുടെ മണവാളനാണ്. ആടും ഇടയനും പോലുള്ള ബന്ധം സഭയും യേശു ക്രിസ്തുവുമായുണ്ട്. അതുപോലെ തന്നെ മണവാളനും മണവാട്ടിയും പോലൊരു ബന്ധവുമുണ്ട്. അതെല്ലാം പ്രതീകാത്മകമായ കാര്യമാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മളാരും മണവാട്ടിമാരല്ല. നമ്മളെല്ലാം കൂടെ ചേരുന്ന ഒരു സഭ. ആ സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. എന്നാൽ കന്യാമറിയത്തെ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായി ചിലർ ചിത്രീകരിക്കാറുണ്ട്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കൽ തന്നെ അതാണ്. അതിനവർ ന്യായമായി പറയുന്ന ഒരു കാരണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയത്തിന്റെ മേലുണ്ടായി, അങ്ങനെയാണ് യേശു ജനിച്ചത്, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് കന്യാമറിയമെന്നാണ്. ഇത് അബദ്ധ ഉപദേശമാണ്, തികഞ്ഞ ദൈവദൂഷണമാണ്. പരിശുദ്ധാത്മാവും കന്യാമറിയവുമായി ഉണ്ടായ ലൈംഗിക ബന്ധത്തിൽ നിന്നല്ല യേശു ജനിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയയുടെ മേൽ വന്നു എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. അല്ലാതെ പരിശുദ്ധാത്മാവും കന്യാമറിയവുമായി ലൈംഗിക ബന്ധമുണ്ടായി എന്നല്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് ദൈവവചനം പറയുന്നത്. അതല്ലാതെ മറിയവും പരിശുദ്ധാത്മാവുമായി ഒരു വിധത്തിലുള്ള ലൈംഗിക ബന്ധവും ഉണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവിന് മണവാട്ടിയില്ല. കന്യാമറിയമെന്നല്ല ഒരു സ്ത്രീയും മണവാട്ടിയല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് കന്യാമറിയമെന്നുള്ള പഠിപ്പിക്കലും തികഞ്ഞ ദൈവദൂഷണമാണ്. സത്യാന്വേഷികൾക്ക് സത്യം മനസ്സിലാക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ വിഷയം ഇനി ഏറെ നീട്ടുന്നില്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്: കന്യാമറിയത്തെ യേശുവിന്റെ അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ ബഹുമാനിക്കണം. എന്നാൽ കന്യാമറിയം ദൈവത്തിന്റെ അമ്മയല്ല, കാരണം ദൈവത്തിന് അമ്മയില്ല. കന്യാമറിയം യേശുവിന്റെ അമ്മ മാത്രമാണ്. യേശുവിനെ ഗർഭത്തിൽ ചുമന്ന് യേശുവിനെ പ്രസവിച്ച സ്ത്രീയാണ് കന്യാമറിയം. കന്യാമറിയത്തെ നമ്മൾ ആ നിലയ്ക്ക് ബഹുമാനിക്കണം. പക്ഷേ യേശുവിനെ പ്രസവിച്ചതിന് ശേഷം യാക്കോബ്, യോസെ, യൂദാ, ശിമയോൻ എന്ന് 4 പുത്രന്മാരെയും 1ലധികം പുത്രിമാരെയും കന്യാമറിയം പ്രസവിക്കുകയുണ്ടായി. യേശുവിനെ പ്രസവിക്കുന്നതും വരെ മറിയം കന്യകയായിരുന്നു. എന്നാൽ അതിനുശേഷം മറിയം കന്യകയായിരുന്നില്ല. തന്റെ ഭർത്താവായ യോസെഫുമായി അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്വാഭാവികമായി നമ്മൾ കന്യാമറിയം എന്നൊക്കെ പറയാമെങ്കിലും അത് യേശുവിനെ പ്രസവിക്കുന്ന വരെയുള്ള കാര്യം മാത്രമാണ്. എങ്കിലും പറഞ്ഞു പഴകിയതുകൊണ്ട് ഒരുപക്ഷെ കന്യാമറിയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഗുരുതരമായ പാപമൊന്നുമല്ല. കാരണം അവൾ കന്യകയായിരുന്നല്ലോ. കന്യക എന്ന നിലയ്ക്കാണല്ലോ യേശുവിനെ പ്രസവിക്കുവാനായി ദൈവം അവളെ തെരഞ്ഞെടുത്തതും. അതിലപ്പുറമായി ഒന്നും ദൈവവചനത്തിലില്ല. അതിലപ്പുറമായി ഒന്നും നാം വിശ്വസിക്കേണ്ടതുമില്ല. മാത്രമല്ല, കാനാവിലെ കല്യാണത്തിന് ശേഷം ഒരിക്കൽ പോലും മറിയം യേശുവിനോട് ഒന്നും ശുപാർശ ചെയ്തിട്ടില്ല. കാനാവിലെ കല്യാണത്തിന് പോലും ആരും മറിയത്തോട് ശുപാർശ ചെയ്തിട്ടല്ല മറിയം യേശുവിനോട് പറഞ്ഞതും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ശുപാർശ മറിയത്തോട് പറഞ്ഞ്, മറിയം യേശുവിനോട് പറഞ്ഞ്, യേശു ദൈവത്തോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി വാങ്ങിത്തരും എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക. യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ ഏതു സമയവും നമുക്ക് കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാനായി ഒരു വഴി തുറന്നിരിക്കുകയാണ്. ആകയാൽ ആ വഴിയിലൂടെ നടന്ന് കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ ഇനിയും ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല. അതുകൊണ്ട് മറിയത്തിന്റെ ആവശ്യമില്ല, പുണ്യവാളന്മാരുടെ ആവശ്യമില്ല, പാസ്റ്ററുടെയോ പുരോഹിതന്റെയോ ആവശ്യമില്ല. യേശുവിന്റെ രക്തവും വഹിച്ചുകൊണ്ട്, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്,
യേശുവിന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ തുറന്നു കിടക്കുന്ന വഴിയിലൂടെ കൃപാസനത്തോളം ഏതു വിശ്വാസിക്കും അടുത്ത് ചെല്ലുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിന് മറിയത്തിന്റെ ആവശ്യമില്ല. മറിയത്തോട് പ്രാർത്ഥിച്ച് സമയം വ്യർത്ഥമാക്കരുത്. ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഇത്തരം വിഡ്ഢിത്തങ്ങളുടെ പിന്നാലെ പോയി നിത്യനാശത്തിലേക്ക് പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകസ്ഥാപനം മുതലാറുക്കപ്പെട്ട കളങ്കമില്ലാ ദൈവകുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ ചുമന്നും കൊണ്ട് വാനിനും ഭൂവിനും മധ്യത്തൂങ്ങിടുന്നു. ലോകത്തിൻ പാപങ്ങൾ ചുമന്നും കൊണ്ട് വാനിനും ഭൂവിനും മധ്യത്തൂങ്ങിടുന്നു.